സിബിൻ പോയിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും. അതെ, വിശ്രമം ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സിബിനെ പുറത്താക്കിയിരിക്കുകയാണ് ബിഗ് ബോസ്. എന്താണ് സംഭവം? സിബിൻ തിരിച്ചു വരുമോ? സിബിൻ തിരിച്ചു വരും, അപ്ഡേറ്റ് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ആ ബെല്ലൈക്കൺ കൂടി ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വേഗം പോകുന്നതിനെ കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ എൻ്റെ FB പേജും ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവർ മസ്റ്റായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. അങ്ങനെ ഇപ്പോൾ ലൈവിൽ സിബിൻ പുറത്തു പോകുന്നത് കാണിച്ചിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ പ്രൊമോയിൽ കണ്ട അതേ സംഭവം തന്നെയാണ്. കൺഫഷൻ റൂമിൽ സിബിൻ ഇരിക്കുന്നു. എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. ഞാൻ ഓക്കെ ഒന്നും അല്ല എന്ന് പറയുമ്പോഴത്തേക്കും ബിഗ് ബോസ് പറയുകയാണ്, സൈക്കോളജിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് വിശ്രമം ആവശ്യമാണെന്നാണ്. സോ അതുകൊണ്ട് നിങ്ങളെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താക്കുകയാണെന്നാണ്, പുറത്ത് കൊണ്ടുപോവുകയാണ് എന്ന് പറയുകയാണ്. ഓക്കെ എന്ന് സിബിൻ പറയുന്നു. സിബിൻ്റെ കണ്ണിൽ ബ്ലൈൻഡ്സ് കെട്ടി കൊണ്ടുപോവാണ്. ഇന്നലെ പ്രൊമോ കണ്ടപ്പോൾ ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? എല്ലാ പ്രൊമോയും നിങ്ങൾ വിശ്വസിക്കരുത്. ഞാൻ അറിഞ്ഞത് വെച്ച് സിബിൻ അവിടെ ഉണ്ടെന്നാണ്. സിബിൻ പുറത്ത് പോകാൻ യാതൊരുവിധ സാധ്യതയില്ല. ഞാൻ പറഞ്ഞില്ലേ, ആശുപത്രിയിലേക്കോ സൈക്കോളജിസ്റ്റിനെ കാണാനോ വേണ്ടിയിട്ടായിരിക്കാം സിബിനെ കൊണ്ടുപോയിരിക്കുന്നത്. അതുപോലെ തന്നെ സംഭവിച്ചു. സിബിന് വിശ്രമം വേണമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസിൻ്റെ എന്തെങ്കിലും സീക്രട്ട് റൂമിലോ അല്ലെങ്കിൽ ഹോട്ടലിലോ കൊണ്ട് 1-2 ദിവസം ഇരുത്തും, അങ്ങനെയാണ് നമ്മൾ കരുതി. പക്ഷേ ഞാൻ ഇന്നലെ അറിഞ്ഞത് സിബിൻ ബിഗ് ബോസ് വീടിനകത്ത് തന്നെ ഉണ്ടെന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല സിബിൻ അവിടെ നിന്ന് പുറത്തൊന്നും ആയിട്ടില്ല. ഞാൻ ഇപ്പോഴും പറയുന്നത് സിബിൻ പുറത്തായിട്ടില്ല എന്ന് തന്നെയാണ്. പുറത്തായിട്ടില്ല. ഇത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും വിശ്രമം കഴിഞ്ഞ് തിരിച്ചു വരും. രാത്രി തിരിച്ചു വരും. ബിഗ് ബോസ് സെറ്റിനകത്ത് തന്നെ ആ പാർട്ടിനകത്തോടെ മെഡിക്കൽ റൂമും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ പുറമേ നിന്ന് കാണുന്ന മെഡിക്കൽ റൂം അല്ലാതെ തന്നെ കുറച്ച് സജ്ജീകരിച്ച റൂം കാണുമല്ലോ, അവിടെയൊക്കെ തന്നെ ഉണ്ടെന്നാണ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ സിബിൻ പുറത്തൊന്നും ആയിട്ടില്ല. ഇപ്പോഴും അവിടെ തന്നെ ഈ നിമിഷം വരെ അവിടെ ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ പറ്റുന്നത്. കൃത്യമായിട്ട് അറിഞ്ഞ കാര്യം അങ്ങനെയാണ്. ഇനി നമുക്ക് നോക്കാം. ഇന്നലെ ഞാൻ രാത്രി നിങ്ങളോട് പറഞ്ഞതുപോലെ സിബിൻ പുറത്തൊന്നും ആയിട്ടില്ല. ഇത് വീട്ടുകാരോട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഋഷി അൻസിബ അയ്യോ ഇതൊക്കെയാണ് പ്രൊമോ ഈസ് നോട്ട് എ പ്രോമിസ്. പ്രൊമോ കണ്ട് വിശ്വസിച്ചിരുന്നവർ മണ്ടന്മാരാണ്. കുറേ പേര് വന്ന് ഇന്നലെ എന്നെ തെറി വിളിച്ചു, പോടാ നീ പറയുന്നതൊക്കെ കള്ളം, പുറത്താക്കി, അവൻ ക്വിറ്റ് ചെയ്തു, അവനെ കൊണ്ടുപോയി. എൻ്റെ പൊന്നെ ബിഗ് ബോസേ, നമ്മളെ ബിഗ് ബോസ് കാണാൻ തുടങ്ങിയിട്ട് കുറേ വർഷമായി. ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞോ, ഒരു പ്രൊമോ വിശ്വസിച്ചു എന്ന് കരുതിക്കൊണ്ട് തൊട്ടടുത്ത് വരുന്ന പ്രൊമോകൾ നമ്മൾ വിശ്വസിക്കാൻ പോകരുത്. ട്വിസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സിബിൻ തിരിച്ചു വരും. പുറത്തായിട്ടില്ല. പുറത്താവുകയാണെങ്കിൽ, ഞാൻ അറിയുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. സിബിൻ പുറത്തായിട്ടില്ല എന്നാണ് ഇന്ന് രാവിലെ ഞാൻ അറിഞ്ഞത്. ഇന്ന് രാവിലെ ഒരു 8 മണി വരെയും അല്ലെങ്കിൽ ഒരു 9 മണി വരെയും ഞാൻ അറിഞ്ഞത് സിബിൻ പുറത്തായിട്ടില്ല, ബിഗ് ബോസ് വീട് തന്നെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. ബിഗ് ബോസ് വീട് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ മെഡിക്കൽ റൂമാണോ ഇനി അതിനകത്തുള്ളതാണോ എന്നൊന്നും അറിയില്ല. ഇനി പൂജയുടെ കാര്യം ഞാൻ വന്ന് പറയാം, അതടുത്ത് അറിയട്ടെ, ഞാൻ പറയാം. കുറേ പേര് ചോദിക്കുന്നുണ്ട് സിബിൻ പോയിട്ട് സിജോ വരുമോ എന്ന്. അങ്ങനെയൊന്നുമല്ല. കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് സിബിൻ പോയിട്ട് സിജോയുടെ കൂടെ വരുമോ എന്ന്. അങ്ങനെയും അല്ല. സിബിൻ എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരും എന്നാണ് അറിയാൻ പറ്റിയത്. ഏതാണ്ട് രാത്രിയോടെ ചിലപ്പം തിരിച്ചു വരുമായിരിക്കാം. കാരണം റെസ്റ്റ് ആണല്ലോ. അപ്പോൾ രാത്രിയാകുമ്പോൾ എല്ലാം ശാന്തമാകുമ്പോൾ വീണ്ടും സിബിനെ തിരിച്ച് കയറ്റിവിടുമായിരിക്കാം. വിശ്രമത്തിന് വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത്, വേറൊന്നുമല്ല. കാരണം സിബിന് പുറത്ത് നടക്കുന്ന കാര്യം അറിയണം. ഗെയിമാണല്ലോ, പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയണം. അതിന് വേണ്ടിയുള്ള സിബിൻ്റെ തന്ത്രമായിരിക്കാം. കൂടുതൽ കാര്യങ്ങൾ ലൈവിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ലൈവ് നോക്കിയിരിക്കാം. ഇനി ചലഞ്ചിങ് ടാസ്ക് വരാൻ കിടക്കുവാണ്. അതിൻ്റെ അപ്ഡേറ്റുകളായിട്ട് വരാം. അപ്പോൾ ഇതുപോലത്തെ ജെനുവിൻ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ബിഗ് ബോസ് ആണെന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എൻ്റെ FB പേജും ഇൻസ്റ്റാ പേജും ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരാം, ബിഗ് ബോസിൻ്റെ വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.